നമ്മൾ പഠിക്കുന്നത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്, ഇതൊക്കെ എങ്ങനെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ്സിൽ എഴുതും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്. Many mathematical statements are obtained by combining one or more statements using the connecting words like and or. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഫോം ചെയ്യുന്നത് ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെന്റ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോഴാണ് അത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആവുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമ്പൗണ്ട് മീനിങ്. ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെന്റ്സുകൾ ചേർന്നുണ്ടാകുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ്സ് ആണ് ആൻഡ്, ഓർ എന്നിവ. ഫോർ എക്സാമ്പിൾ, there is something wrong with the bulb or with the wiring. It's a compound statement. Here the connecting word is or. ഇവിടെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് പറയാം. അതായത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ചേർത്താണ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കിയത്. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ചേർന്നിട്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ there is something wrong with the bulb, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ there is something wrong with the wiring, അത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച കണക്റ്റിംഗ് വേർഡ് ആണ് ഓർ എന്നുള്ളത്. ഇതേ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, സെന്റൻസ് എന്നാണ് പറഞ്ഞ് അവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. സെക്കൻഡ് എക്സാമ്പിൾ, 7 is both odd and prime number. 7 is both odd and prime number. ഇത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടുത്തെ കണക്റ്റിംഗ് വേർഡ് ആണ് ആൻഡ്. അപ്പോൾ ഇതിനെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ചേർന്നാണ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ്. ആ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ 7 is an odd number. സെക്കൻഡ് വൺ 7 is a prime number. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിലൂടെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കണക്റ്റിംഗ് വേർഡ് ആണ് ആൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് മനസ്സിലായല്ലോ. ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെന്റ്സുകൾ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ്സ് ആണ് ആൻഡ്, ഓർ എന്നിവ. ക്ലിയർ ആയല്ലോ. A compound statement is a statement which is made up of two or more statements. രണ്ടോ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെന്റ്സുകൾ ചേർത്തിട്ടാണ് നമ്മളൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് എ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ദ സ്കൈ ഈസ് ബ്ലൂ ആൻഡ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ. It's a compound statement. Here the component statements are the sky is blue, second one the grass is green. അതിന് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ്സിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി, അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പി എന്നും ക്യൂ എന്നും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് സ്കൈ ഈസ് ബ്ലൂ, സെക്കൻഡ് വൺ ദ ഗ്രാസ് ഈസ് ഗ്രീൻ. Next question, find the component statements of the following. തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ഈസ് എ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ഇറ്റ്സ് 4 sides ഈക്വൽ. നമുക്കറിയാം അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ചേർത്താണ് ഈ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നമുക്ക് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എഴുതുന്നത് എങ്ങനെ എഴുതും? എ സ്ക്വയർ ഈസ് എ ക്വാഡ്രിലാറ്ററൽ. A square has 4 sides equal. And ചേർത്ത് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നേ ഉള്ളൂ ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ. അവിടുത്തെ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ആൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ, ഓൾ പ്രൈം നമ്പേഴ്സ് ആർ എയ്തർ ഈവൻ ഓർ ഓഡ്. അവിടുത്തെ കണക്റ്റിംഗ് വേർഡ് ഓർ ആണ്. അപ്പോൾ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറഞ്ഞാൽ all prime numbers are either even, all prime numbers are odd.
അടുത്ത a person who has taken mathematics or computer science can go for MCA. ഇവിടുത്തെ കണക്റ്റിംഗ് വേർഡ് ഓർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. A person who has taken maths can go for MCA. A person who has taken computer science can go for MCA. അടുത്തത് ബാക്കി 2-3 എക്സാമ്പിൾ നിങ്ങൾക്ക് തനിയെ എഴുതാവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് എക്സാമ്പിൾ നോക്കുക. 24 is a multiple of 2, 4 and 8. അപ്പോൾ അവിടെ എത്ര കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കുക. എത്ര കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് കിട്ടും? 3 കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന് 24 is a multiple of 2. നെക്സ്റ്റ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് 24 is a multiple of 4. ലാസ്റ്റ് വൺ 24 is a multiple of 8. നെക്സ്റ്റ് നമ്മൾ നെഗേഷൻ പഠിച്ചതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷന് ഇതില്ലാതൊരു ക്വസ്റ്റ്യൻ ഇല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കാര്യം ചിന്തിക്കുന്നത് പോലെ തന്നെ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് വൺ കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് എന്ന്. ആദ്യം നമ്മൾ കോൺട്രാപോസിറ്റീവ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പഠിക്കും. പിന്നീട് കോൺവേഴ്സ് എങ്ങനെയാണെന്ന് പഠിക്കും. അപ്പോൾ കോൺട്രാപോസിറ്റീവും കോൺവേഴ്സുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകളിൽ നമ്മൾ സാധാരണയായി ഇഫ് ദെൻ എന്നുള്ള കണ്ടീഷൻ കാണും. ഇഫ് ദെൻ കണ്ടീഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇഫ് ദെൻ കണ്ടീഷൻ. അപ്പോൾ കോൺട്രാപോസിറ്റീവ് ആയിട്ടും കോൺവേഴ്സ് ആയിട്ടും ഉള്ള സ്റ്റേറ്റ്മെന്റ്സുകളിലെല്ലാം ഒരു ഇഫ് ദെൻ കണ്ടീഷൻ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കുക. കോൺട്രാപോസിറ്റീവ് ആക്കുന്നതിനുള്ള എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ ഫിസിക്കൽ എൻവയോൺമെന്റ് ചേഞ്ചസ് then the biological environment changes. If the physical environment changes, then the biological environment changes. If then condition ആണ് വന്നിരിക്കുന്നത്. ഫിസിക്കൽ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ബയോളജിക്കൽ എൻവയോൺമെന്റും ചേഞ്ച് ചെയ്യും. ഇഫ് then condition. Now the contrapositive of this statement is എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. കോൺട്രാപോസിറ്റീവ് ആണെങ്കിൽ ഇത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. If the biological environment does not change, then the physical environment does not change. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ബയോളജിക്കൽ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ഫിസിക്കൽ എൻവയോൺമെന്റും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ് എഴുതണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കുക. കോൺട്രാപോസിറ്റീവ് എഴുതണമെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇഫ് ദെൻ കണ്ടീഷൻ ആയിരിക്കും. കോൺട്രാപോസിറ്റീവ് എഴുതണമെങ്കിൽ ആ വേർഡ് ഓർത്തിരുന്നാൽ മതി. കോൺട്രാപോസിറ്റീവ് 2 വേർഡ് ഉണ്ട്. കോൺട്രാപോസിറ്റീവ് അതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. കോൺട്രാപോസിറ്റീവ് എന്നുള്ള 2 വേർഡ്സ് ആണ്. കോൺട്രാപോസിറ്റീവ്. അപ്പോൾ നമ്മൾ 2 ചേഞ്ചസ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ വരുത്തണം. അങ്ങനെ ഓർത്തിരിക്കുക. കാര്യം നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതുന്നത്, കോൺവേഴ്സ് എങ്ങനെ എഴുതുന്നത് എന്നൊക്കെ ഒരു സംശയം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 2 വേർഡ്സ് ആണ്. കോൺട്രാപോസിറ്റീവ്. അതുകൊണ്ട് നമ്മൾ 2 ചേഞ്ചസ് അവിടെ വരുത്തണം എന്ന് ഓർത്തിരിക്കുക. ഇനി എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്നുള്ള ആലോചിച്ച് നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇഫ് ദ ഫിസിക്കൽ എൻവയോൺമെന്റ് ചേഞ്ചസ് then the biological environment changes. കോൺട്രാപോസിറ്റീവ് എഴുതിയപ്പോഴും ആ ഇഫ് കണ്ടീഷനിൽ വന്ന ഫിസിക്കൽ എൻവയോൺമെന്റ് ചേഞ്ചസ് എന്നുള്ളത് ദെൻ കണ്ടീഷനിലേക്ക് മാറി. അതായത് ഇഫ് ദെൻ കണ്ടീഷൻ ചേഞ്ച് ചെയ്തു. ശരിയല്ലേ? ഇഫ് പാർട്ടിലുള്ളത് ദെൻ പാർട്ടിലേക്ക് പോയി. ഇഫ് ഫിസിക്കൽ എൻവയോൺമെന്റ് ചേഞ്ചസ് ദെൻ ബയോളജിക്കൽ എൻവയോൺമെന്റ് ചേഞ്ചസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷെ കോൺട്രാപോസിറ്റീവ് എഴുതിയപ്പോൾ ഇഫ് ബയോളജിക്കൽ എൻവയോൺമെന്റ് ആണ് ഇഫ് പാർട്ടിൽ വന്നത്, ഫിസിക്കൽ എൻവയോൺമെന്റ് ദെൻ പാർട്ടിൽ പോയി. അപ്പോഴത് ഓർത്തിരിക്കാമല്ലോ. ഇഫ് ദ ഫിസിക്കൽ എൻവയോൺമെന്റ് ആദ്യം വന്നു, ദെൻ പാർട്ടിലേക്ക് അല്ല, ഫിസിക്കൽ എൻവയോൺമെന്റ് രണ്ടാമത് വന്നു, രണ്ടാമതുള്ളത് ആദ്യത്തിലേക്ക് മാറ്റി. അതായത് ഇഫ് ദെൻ പാർട്ടുകൾ തമ്മിൽ ചേഞ്ച് ചെയ്തു. അതാണ് ഒരു മാറ്റം. രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡസ് നോട്ട് ചേഞ്ച് ആയി മാറി. അതായത് ചേഞ്ചസ് എന്നുള്ളതിനെ എന്താക്കി മാറ്റി? നെഗറ്റീവിലേക്ക്, അതായത് ഡസ് നോട്ട് ചേഞ്ച് ആക്കി മാറ്റി. ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നവർക്ക് അറിയാം, ഡസ് പ്ലസ് ചേഞ്ച് ആണ് ചേഞ്ചസ് വരുന്നത്. അപ്പോഴത് ഡസ് നോട്ട് ചേഞ്ച് എന്ന് എഴുതി. അതനുസരിച്ച് ഇവിടെയും ഡസ് നോട്ട് ചേഞ്ച് ആയി. അപ്പോൾ 2 ചേഞ്ചസ് ആണ് വരേണ്ടത്. ഒന്ന് ഇഫ് ദെൻ പാർട്ടുകൾ തമ്മിൽ ചേഞ്ച് ചെയ്യണം. രണ്ടാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ
പോസിറ്റീവായിട്ട് എഴുതുക. പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കി എഴുതുക. നെഗറ്റീവ് ആക്കി എഴുതുക എന്ന് വെച്ചാൽ നോട്ട് ചേർത്ത് എഴുതുക. അപ്പോൾ അതനുസരിച്ച് വെർബിനും ചേഞ്ച് വരും. ചേഞ്ചസ് ആണെങ്കിൽ ഡസ് നോട്ട് ചേഞ്ച് കൊടുക്കും, ചേഞ്ച് ആണെങ്കിൽ ഡു നോട്ട് ചേഞ്ച് കൊടുക്കും. അതനുസരിച്ചുള്ള ഗ്രാമാറ്റിക്കൽ ചേഞ്ചസ് വരുത്തണം. അപ്പോൾ കോൺട്രാപോസിറ്റീവ് ആണെങ്കിൽ 2 ചേഞ്ച് വരുത്തണം, ഓർത്തിരിക്കുക. ഇഫ് പാർട്ടും ദെൻ പാർട്ടും ചേഞ്ച് ചെയ്യണം. പിന്നെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോട്ട് ഉള്ളതാണെങ്കിൽ നോട്ട് ഒഴിവാക്കുക, നോട്ട് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ കോൺട്രാപോസിറ്റീവ് 2 ചേഞ്ചസ് വരുത്തണം. ക്വസ്റ്റ്യൻ നോക്കുക. Write the contrapositive of the following statement. If a number is divisible by 9, then it is divisible by 3. ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 3 കൊണ്ടും ഡിവിസിബിൾ ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കോൺട്രാപോസിറ്റീവ് എഴുതുമ്പോഴും അത് ട്രൂ ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റിൽ ചേഞ്ച് വരില്ല, മീനിങ് അത് തന്നെയാണ് വരുന്നത്. ഒരു നമ്പർ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. Now we have to form the contrapositive of that statement. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ഇത് ഓർത്തിരിക്കുക. ഇഫ് പാർട്ടിലുള്ളതിനെ ദെൻ പാർട്ടിലേക്ക് കൊടുക്കുക, ദെൻ പാർട്ടിലുള്ളത് ഇഫ് പാർട്ടിലേക്ക് കൊടുക്കുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇഫ് ദെൻ കണ്ടീഷൻ നെഗറ്റീവ് ആണെങ്കിൽ എഴുതുമ്പോൾ പോസിറ്റീവ് ആക്കി എഴുതുക, പോസിറ്റീവ് ആണെങ്കിൽ എഴുതുമ്പോൾ നെഗറ്റീവ് ആക്കി എഴുതുക. എന്നിട്ട് അതിന്റെ മീനിങ് ഒന്ന് നോക്കുക. ഇതേ മീനിങ് തന്നെയാണ് അവിടെ വരുന്നത്. If a number is divisible by 9, then it is divisible by 3. അപ്പോൾ കോൺട്രാപോസിറ്റീവ് എഴുതാൻ പറഞ്ഞാൽ ഇഫ് ദെൻ പാർട്ടിലുള്ളതാണ് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതും if a number is divisible by 3, then it is divisible by 9. ആ ചേഞ്ച് മാത്രം പോരാ, പിന്നെ ഏത് ചേഞ്ച് ഇവിടെ വരണം? അതിനെ നെഗറ്റീവ് ആക്കി എഴുതണം. അതായത് if a number is not divisible by 3, then it is not divisible by 9 എന്ന് എഴുതണം. അപ്പോൾ അതിന്റെ മീനിങ് ഒന്ന് നോക്കുക. ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞേ. ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ കോൺട്രാപോസിറ്റീവ് എടുക്കുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3, then it is not divisible by 9. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അതിനെ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. അതിന്റെ കോൺട്രാപോസിറ്റീവ് എന്താണ്? അപ്പം ഒരു സ്റ്റേറ്റ്മെന്റും അതിന്റെ കോൺട്രാപോസിറ്റീവും ഒരേ മീനിങ് തന്നെയാണ് തരുന്നത്. അതിന്റെ സ്ട്രക്ചർ ഒന്ന് ചേഞ്ച് ചെയ്തേ ഉള്ളൂ. ക്ലിയർ ആയോ? അടുത്ത ലാസ്റ്റ് എക്സാമ്പിൾ നോക്കേ. ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ, ഇവിടെ ദെൻ കൊടുത്തില്ലെന്നേ ഉള്ളൂ. ഇഫ് കഴിഞ്ഞാൽ ദെൻ അണ്ടർസ്റ്റുഡ് ആണ്, അവിടെ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് ഐസോസെലസ്. ഒരു ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ആണെങ്കിൽ അത് ഐസോസെലസ് ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അത് ഐസോസെലസ് ആയിരിക്കും. അപ്പോൾ അതിന്റെ കോൺട്രാപോസിറ്റീവ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക. ഇഫ് പാർട്ട് എടുത്ത് ദെൻ പാർട്ടിൽ കൊടുക്കുക, ദെൻ പാർട്ടിലുള്ളതെടുത്ത് ഇഫ് പാർട്ടിലേക്ക് എഴുതുക. തന്നിരിക്കുന്ന ഇഫ് ദെൻ കണ്ടീഷൻ നെഗറ്റീവ് ആണെങ്കിൽ എഴുതുമ്പോൾ പോസിറ്റീവ് ആക്കി എഴുതുക, പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കി എഴുതുക. ഇവിടെ ഇഫ് പാർട്ടിലുള്ളതാണ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ, അതിനെ എടുത്ത് ദെൻ പാർട്ടിലേക്ക് കൊടുക്കുക. ദെൻ പാർട്ടിലുള്ളത് ഇറ്റ് ഈസ് ഐസോസെലസ് എന്നുള്ളതാണ്, അത് ഇഫ് പാർട്ടിലേക്ക് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇഫ് ഇറ്റ് ഈസ് ഐസോസെലസ് എന്ന് എഴുതത്തില്ല. കാര്യം നമ്മളൊരു സെന്റൻസ് കൊടുക്കുമ്പോൾ അതിന്റെ സബ്ജക്റ്റിനെ ആദ്യം നൗൺ ആദ്യം അത് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ഇറ്റ് എന്നുള്ളത് മീൻ ചെയ്യുന്ന ട്രയാങ്കിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ആ സെന്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ട്രയാങ്കിൾ എന്ന് യൂസ് ചെയ്തതിനു ശേഷം പിന്നീട് മാത്രമേ നമ്മൾ ഇറ്റ് യൂസ് ചെയ്തു. അതൊക്കെ നമ്മൾ ഗ്രാമറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് then it is not equilateral. അപ്പോൾ അവിടെ ഇറ്റ് മതി. സെന്റൻസ് നമ്മൾ ഇഫ് എഴുതുമ്പോൾ ആദ്യം അത് നൗൺ തന്നെ കൊടുക്കണം, പിന്നെ മാത്രമേ ഉള്ളൂ ഇറ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വരും? ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് then it is not equilateral. അതിന്റെ മീനിങ് ഒന്ന് നോക്കുക. ഒരു ട്രയാങ്കിൾ ഐസോസെലസ് അല്ലെങ്കിൽ ആ ട്രയാങ്കിൾ ഇക്വിലാറ്ററലും അല്ല. അതേ മീനിങ് തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. മീനിങ്ങില് വ്യത്യാസം വരുന്നില്ല. അതിന്റെ ആൻസേഴ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് നോക്കി എഴുതുക. കാര്യം നമ്മൾ എപ്പോഴും സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം ആ നൗൺ കറക്റ്റ് ആയിട്ട് കൊടുക്കുക, പിന്നീട് മാത്രമേ ഇറ്റ് അങ്ങനെയുള്ള വേർഡ് യൂസ് ചെയ്യാവുള്ളൂ. അത് നമ്മൾ ഗ്രാമറിൽ എഴുതുന്ന കാര്യങ്ങളാണ്, അതൊന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. നോട്ട് എഴുതിയിരിക്കുന്നത് നോക്കാം. എ കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇഫ് പി ദെൻ ക്യൂ, അങ്ങനെയാണല്ലോ വരുന്നത്. ഇഫ് കഴിഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്
then കഴിഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ പി എന്ന് കൊടുത്തു. അപ്പോൾ ഇഫ് പി then ക്യൂ ആണെങ്കിൽ അതിന്റെ കോൺട്രാപോസിറ്റീവ് എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഇഫ് then പാർട്ടില് ഇഫ് പാർട്ട് എടുത്ത് then പാർട്ടിൽ കൊടുക്കുക, then പാർട്ട് എടുത്ത് ഇഫ് പാർട്ടിലേക്ക് വിടുക. അപ്പോൾ പിയും ക്യൂവും തമ്മിൽ ചേഞ്ച് ചെയ്യണം. പിന്നീട് അതിന്റെ നെഗേഷൻ ആണ് എഴുതേണ്ടത്. നെഗേഷൻ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് പി then ക്യൂ, then the contrapositive is if not q then not p. ശരിയല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് പിയും ക്യൂവും തമ്മിൽ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് തന്നിരിക്കുന്നതിന്റെ നെഗേഷൻ ആണ് ഇവിടെ എഴുതേണ്ടത്. നെഗേഷൻ എഴുതാൻ നമുക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്, തന്നിരിക്കുന്ന പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കി എഴുതാം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കി എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇഫ് പി then ക്യൂ എന്നുള്ളതിന്റെ നെഗേഷൻ എന്താണ്? ഇഫ് നോട്ട് ക്യൂ then നോട്ട് പി. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ കോൺട്രാപോസിറ്റീവ് ആകുമ്പോൾ രണ്ട് ചേഞ്ചസ് വരുത്തണം എന്ന് ഓർക്കുക, മീനിങ്ങിൽ വ്യത്യാസം വരില്ല. നെക്സ്റ്റ്, കോൺവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. പറഞ്ഞു പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കോൺട്രാപോസിറ്റീവും കോൺവേഴ്സും. കോൺവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നോക്കുക. ഇഫ് പി then ക്യൂ. അപ്പോൾ കോൺവേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചെഴുതിയാൽ മാത്രം മതി. ഇഫ് ക്യൂ then പി. കോൺവേഴ്സിന് ഒരു ചേഞ്ച് മാത്രം മതി. ഇഫ് പാർട്ടിലുള്ളതെടുത്ത് then പാർട്ടിലേക്ക് പോവുക, then പാർട്ടിലുള്ളടത്ത് ഇഫ് പാർട്ടിലേക്ക് പോവുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് രണ്ട് ഒരേ മീനിങ് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രണ്ടും ഒരേ മീനിങ് വരില്ല. കോൺട്രാപോസിറ്റീവിന് അങ്ങനെയല്ല, രണ്ടും ഒരേ മീനിങ് തന്നെ വരുന്നത്. കോൺവേഴ്സിന് അങ്ങനെയല്ല, അത് ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതുന്നതേ ഉള്ളൂ. ഇഫ് പി then ക്യൂ. കോൺവേഴ്സ് എഴുതുമ്പോൾ ഇഫ് ക്യൂ then പി എന്നായി മാറും. തൊട്ട് മുമ്പിൽ നമ്മൾ കോൺട്രാപോസിറ്റിൽ രണ്ട് ചേഞ്ചസ് വരുത്തിയെങ്കിൽ അതിൽ ഒരു ചേഞ്ച് മാത്രമേ കോൺവേഴ്സിൽ വരത്തുള്ളൂ. പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10 ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10 ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഇതിന്റെ കോൺവേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഇത് തിരിച്ചെഴുതിയാൽ മാത്രം മതി. കോൺവേഴ്സ് അപ്പോൾ എങ്ങനെ എഴുതണ്ടേ? ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5, അതായത് then പാർട്ടിലുള്ളത് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5 എന്നാ. ഇറ്റ് എന്ന് ആദ്യം എഴുതത്തില്ല, അതുകൊണ്ട് ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5, പിന്നെ ഇഫ് പാർട്ടിലുള്ള ഇതിനെ എടുത്ത് ഇപ്പുറത്തോട്ട് എഴുതാം. then ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 10. അപ്പോൾ ഇഫ് പാർട്ടിലുള്ള എടുത്ത് then പാർട്ടിലേക്ക് കൊടുക്കുക, then പാർട്ടിലുള്ളതിനെ എടുത്ത് ഇഫ് പാർട്ടിലേക്ക് എഴുതുക. അത് മാത്രമേ ഉള്ളൂ കോൺവേഴ്സിൽ ചെയ്യേണ്ടത്. കോൺട്രാപോസിറ്റീവ് ആണെങ്കിൽ രണ്ട് ചേഞ്ചസ്, അതാണ് കോൺട്രാപോസിറ്റീവ്. ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. കോൺട്രാപോസിറ്റീവ് രണ്ട് ചേഞ്ച് വരുത്തണം എന്ന് ഓർക്കാൻ. രണ്ടും ഒരേ മീനിങ് ആണ്. കോൺട്രാപോസിറ്റീവും തന്ന സ്റ്റേറ്റ്മെന്റും ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ കോൺവേഴ്സ് എന്ന് പറയുന്നത് മീനിങ്ങേ അല്ല, തിരിഞ്ഞു തന്നെ വരുന്നത്. അത് രണ്ടും ട്രൂ ആകണമെന്നും ഇല്ല. അതേസമയം സെന്റൻസ് സ്റ്റേറ്റ്മെന്റും അതിന്റെ കോൺട്രാപോസിറ്റീവും ഒരേ മീനിങ് ആണ് നമുക്ക് തരുന്നത്. Write the converse of the following statement. If a number n is even, then n square is even. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇഫ് കഴിഞ്ഞുള്ള വരുന്ന പാർട്ടിനെ എടുത്ത് then കഴിഞ്ഞുള്ള പാർട്ടിലേക്ക് മാറ്റുക, then കഴിഞ്ഞ് വരുന്ന പാർട്ടിനെ എടുത്ത് ഇഫ് വരുന്ന പാർട്ടിലേക്ക് മാറ്റുക. അപ്പോൾ if a number n is even, then n square is even. അതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ if a number n square is even, then n is even. If you do all exercise in the notebook, you get an A grade in the class. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ if you get an A grade in the class, then you will do all the exercise in the book. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഴുതുമ്പോൾ ഉള്ള ഗ്രാമാറ്റിക്കൽ ചേഞ്ചസ് അവിടെ വരുത്തുക എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത് എഴുതേണ്ട കാര്യങ്ങൾ. കാര്യം അതനുസരിച്ച് ഗ്രാമർ ചേഞ്ച് ചെയ്തോണം. ബാക്കി ഇഫ് പാർട്ടും then പാർട്ടും ചേഞ്ച് ചെയ്ത് മാത്രം എഴുതുക എന്ന് ഓർത്തിരിക്കുക. ഓക്കെ.